ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് പുതിയ കാർ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ശ്രുതിയോട് പറയും, ഇന്ന് ഞാനേ എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് ഷോ ഇറക്കും. കാരണം ആ സച്ചി രേവതിക്ക് സ്കൂട്ടി വാങ്ങിയപ്പോഴും രേവതി സച്ചിക്ക് കാർ വാങ്ങി കൊടുത്തപ്പോഴും എന്തായിരുന്നു വീട്ടിൽ കിടന്ന ഷോ, അതുപോലെ ഞാനും ഷോ ഇറക്കും എന്നങ്ങനെ പറയട്ടോ. അപ്പോൾ ശ്രുതി പറയും, ഈ കാറിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഉള്ള പൈസ ഒന്നും ഇങ്ങനെ ചിലവാക്കരുത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും, അതൊക്കെ ചെയ്യാം, ഞാൻ എന്തായാലും അമ്മേനെ വിളിക്കട്ടെ, എന്നിട്ട് താലെടുത്തിട്ട് പുറത്ത് വന്ന് നിൽക്കാൻ പറയട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചിരിക്കും. അതിനുശേഷം ഇവർ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര ഞാൻ താലെടുത്ത് നിൽക്കാൻ മോനെ എന്ന് പറഞ്ഞിട്ട് താലൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വരികയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ അവിടെ ഗേറ്റ് തുറന്ന് നോക്കുമ്പോൾ അവിടെ കാറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവനല്ലേ ഗേറ്റിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് പറയും. ആ സമയത്ത് നമ്മുടെ സച്ചി പറയും, നമ്മളിവിടെ താലം പിടിച്ച് നിൽക്കുന്നത് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മോശമാണ്, നമുക്ക് ഉള്ളിലേക്ക് പോവാം എന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ കാറ് വരികയാണ് കേട്ടോ. എന്നിട്ട് കാറിനെയും ശ്രുതിനൊക്കെ നിർത്തിയിട്ട് ആരതി ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയും, എത്ര രൂപയായിന്ന് ചോദിക്കും ഇതിന്. അപ്പോൾ പറയും, 5 ലക്ഷം രൂപയായി, 1 ലക്ഷം രൂപ കൊടുത്തിട്ട് കാറിപ്പോൾ കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ നമ്മുടെ സച്ചിയോട് 5 ലക്ഷം രൂപയോ എന്ന് പറഞ്ഞിട്ട് കാറൊക്കെ ഇങ്ങനെ പോയി നോക്കുക. എന്നിട്ട് പറയും, ഇത് നിന്നെ പറ്റിച്ചതാ, ഇതിനും 2 ലക്ഷം രൂപയൊക്കെ വരുള്ളൂ, 2-2.5 ലക്ഷം രൂപ കൊടുത്താൽ ഈ കാറ് കിട്ടും, നിന്നെ പറ്റിച്ചല്ലോടെ ശ്രുതി, നിന്നെ കൊണ്ട് എന്തിനാ പറ്റുക, നീ ആ പൈസ മുഴുവൻ നശിപ്പിക്കുന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുന്നത്. അതിന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.